വാരണാസിയിലെ രണ്ടാമത്തെ ദിവസം രാവിലെ തന്നെ എല്ലാവരും റെഡിയായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടൽ മുറിയിൽ നിന്ന് പുറത്തോട്ടിറങ്ങി ചെറിയ ചെറിയ ഗലികളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. രണ്ടുപേർക്ക് നേരെ നടന്നു പോകാൻ വഴിയില്ലെങ്കിലും ചെറിയ ചെറിയ 100ഓളം കടകളാണ് ഇതിനകത്തുള്ളത്. ഫാൻസി സ്റ്റോറുകൾ, ബേക്കറികൾ, ഹോട്ടലുകൾ, പാൻ മസാല കടകൾ, അങ്ങനെ ഒട്ടനവധി കടകൾ ഇതിനകത്തുണ്ട്. ചെറിയ ഇടവഴികളിൽ നിന്നും മെയിൻ റോഡിലോട്ട് കയറിയപ്പോൾ കണ്ടത് വലിയൊരു നീണ്ട ക്യൂ ആണ്. എല്ലാവരും കാശി വിശ്വനാഥ ക്ഷേത്രത്തിനകത്ത് കയറാനായിട്ട് വന്ന് ക്യൂ നിൽക്കുന്നതാണ് രാവിലെ തന്നെ. നമ്മൾ അമ്പലത്തിൽ കയറി തൊഴാമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഒരു ക്യൂ കണ്ടിട്ട് നമ്മളത് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു. നമുക്ക് ഇന്നിപ്പോ ക്യൂ കയറണമെങ്കിൽ നാളെ രാവിലെ നമുക്ക് ഇവിടെ തിരിച്ചിറങ്ങാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമുക്ക് ഇന്ന് രാത്രി ട്രെയിൻ ഉണ്ട് തിരിച്ചു പോകാൻ, അല്ലേ അളിയാ? അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് അമ്പലത്തിൽ കയറി തൊഴാൻ പറ്റത്തില്ല. നമുക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അടുത്ത തവണ ആവട്ടെ, ഇനിയും വരാമല്ലോ. ഈ മാസം വരരുത്, അത് പ്ലാൻ ചെയ്ത് വരാം. ഈ മാസം ഒരു കാരണവശാലും വരാൻ പാടില്ല എന്നാണ്. കാരണം തിരക്ക് അമ്മാതിരി തിരക്കാണ്. നമ്മള് കുറച്ച് ദൂരെ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് സമാധാനം ശാന്തമായിട്ട് കുറെ കാഴ്ചകളും തൊഴുതും ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണ് വരുന്നതെങ്കിൽ അടുത്ത മാസം സെപ്റ്റംബർ മാസം ഒന്ന് വരാൻ ശ്രമിക്കുക. വരുന്നവരാണെങ്കിൽ ഈ മാസം വരാൻ നിൽക്കുന്നവരാണ് പറയുന്നത്. ഭയങ്കര തിരക്കാണ്, ഒരു രക്ഷയിലെ തിരക്കാണ്. ഇവിടെ വരാൻ ഏറ്റവും നല്ല മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ ഡിസംബർ ആണ്. അപ്പൊ ഈ ചൂടും കാണൂല, നല്ല ക്ലൈമറ്റ് ആയിരിക്കും. അതെ, നല്ല ക്ലൈമറ്റ് ആയിരിക്കും. ഇത്ര തിരക്കും കാണത്തില്ല. വെള്ളം പോലും നമുക്ക് നടക്കാൻ പോലും പറ്റൂലായിരുന്നേ. ഇന്ന് ഇച്ചിരിയെങ്കിലും നടക്കാൻ പറ്റും. ഇന്നലത്തെ അവിടെ പാമ്പ്, ഒറിജിനൽ പാമ്പ്. പാമ്പിനെ വെച്ച് എന്ത് ചെയ്യുന്നുണ്ടോ? അതിനകത്ത് വേറെ ചെറുതും കിടപ്പുണ്ട്. ये सावन का महीना, इसको साल में एक बार पूजा होता है। ये शंकर जी का माला है, गले का रहने वाला है। അനുഗ്രഹം തരാന്ന്. അങ്ങനെ ആയിരിക്കും. അനുഗ്രഹം തരാന്ന്. പൈസ കൊടുത്താൽ അനുഗ്രഹം കിട്ടും. घर द्वार दरबार भरा रहे, അനുഗ്രഹം കിട്ടും. ചിലപ്പോ ചെന്ന് മേടിക്കും. अपने बात भोलेनाथ 10-5 रुपया गरीब चढ़ा देते, 10 കൊടുത്താൽ മതി. ഒന്ന് चढ़ा के जाइए भोलेनाथ। പാമ്പിനെ പിടിക്കാൻ എല്ലാവർക്കും പേടി. 10 രൂപ ഉണ്ടോ? കറക്റ്റ് ബാക്കിലോട്ട് നോക്കി. തൊടാൻ മാത്രമല്ല ചോളൊന്നും. അണ്ണന്റെ പിടുത്തത്തില് പാമ്പ് വിസർജിച്ചു. കഴുത്തിലൊന്നും അങ്ങനെ നോക്കൂല. എന്ത് പാമ്പാണ് ചോദിക്കുക? शंकर जी का माला है। കഴിഞ്ഞ അണ്ണ 10 രൂപ പരിപാടി കഴിഞ്ഞു പോയിക്കോ. അവര് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 10 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു.